നമ്മളെ കുറ്റം പറയൂ അച്ഛ. പറഞ്ഞോട്ടെ മോളെ, തെറ്റ് ചെയ്തെന്ന് വിശ്വസിക്കാത്തിടത്തോളം കാലം എനിക്കിത് പ്രശ്നമല്ല. പാർവതിയെ നമ്മളാണ് ഇറക്കിവിട്ടത്, അല്ലല്ലോ? സ്വന്തം ഇഷ്ടപ്രകാരമല്ലേ ഇറങ്ങിപ്പോയത്. എന്നിട്ട് മോള് തടഞ്ഞില്ലേ? എന്നിട്ട് അനുസരിച്ചോ? അവനവൻ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം അവനവൻ തന്നെ അനുഭവിക്കണം, അല്ലാതെ മറ്റുള്ളവരെ പഴി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ ചെയ്താൽ താൽക്കാലികമായിട്ട് ചില ആശ്വാസങ്ങളൊക്കെ കിട്ടുമായിരിക്കും. പക്ഷേ അതുകൊണ്ട് എന്നേക്കുമായി പ്രശ്നം പരിഹരിക്കാൻ പറ്റത്തില്ല. രാത്രിയല്ല അച്ഛ, അമ്മ എവിടെ പോകുന്നോർത്തിട്ട് എനിക്കൊരു സമാധാനവും കിട്ടുന്നില്ല. അഹങ്കാരമല്ലേ അവള് കാണിച്ചത്? ആ അഹങ്കാരം തീരുമ്പോ താനെ തിരിച്ചു വന്നു. ഇത്രയും വാശി അമ്മ മുമ്പ് ഒരിക്കലും കാണിച്ചിട്ടില്ല. എനിക്കതാ പേടി. ചെയ്തത് തെറ്റായിപ്പോയെന്ന് നമുക്ക് മനസ്സിലായി മോളെ. ഇനി ഈ വീട്ടിൽ നിന്നാ കൂടുതൽ നാണം കെടുമെന്നും മനസ്സിലായി. അതാ ഇറങ്ങിപ്പോയെ. ഇതൊരു തരം രക്ഷപ്പെടലല്ലേ മോളെ? അതിന്റെ ശക്തി കുറയുമ്പോൾ പോയതുപോലെ തന്നെ ഇങ്ങോട്ട് തിരിച്ചു വരും. ഈ സമയമായതുകൊണ്ട് നിത്യം മരിച്ചതില് അമ്മയ്ക്ക് നല്ല വിഷമമുണ്ട്. അതിലാർക്കാ മോളെ വിഷമമില്ലാത്ത? എന്ന് വെച്ച് ഇങ്ങനെയാണോ ചെയ്യണ്ടേ? മോളെ, മോളിനി അതിനെപ്പറ്റി ഒന്നും ആലോചിക്കണ്ട. പാർവതി തിരിച്ചു വന്നോളൂന്നേ. പോകാൻ വേറെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഈ വീട്ടിലോട്ട് തന്നെ തിരിച്ചു വരും. വരാതെ പാർവതിക്ക് വേറെ മാർഗമൊന്നുമില്ല, അതുറപ്പാ. ടൗണിലേക്ക് പോണം. ഹലോ സിദ്ധു, അമ്മ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി. എന്തിന്? മാലയുടെ പ്രശ്നത്തില് അച്ഛനമ്മയും ഒന്ന് രണ്ട് പറഞ്ഞ് തെറ്റി. ആദേശത്തില് അമ്മ പോയത്. എന്തൊരു മണ്ടത്തരം അമ്മ കാണിച്ചത്. രാത്രിയാണെന്നൊരു ബോധം പോലും ഇല്ലാതെ പോയല്ലോ അമ്മയ്ക്ക്. ഒരു കാര്യം ചെയ്യാം, ഞാനിപ്പോ അങ്ങോട്ട് വരാം. വരുന്ന വഴിക്ക് എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് കൂട്ടിക്കൊണ്ട് വരണം സിദ്ധു. അത് പിന്നെ ഞാൻ ചെയ്യാതിരിക്കോ? താൻ വിഷമിക്കാതിരിക്കുക, ഞാൻ കണ്ടുപിടിക്കാം. എല്ലാവരും എന്നെയല്ലേ കുറ്റം പറയൂ. അതിന് താനെന്ത് ചെയ്തിട്ടാ? ഞാൻ എന്തെങ്കിലും ചെയ്യണോ? അതിന് എന്തെങ്കിലും ചെയ്തിട്ടാണോ ഈ കാലം അത്രയും പഴി മുഴുവൻ കേട്ടത്? അമ്മയ്ക്ക് ഒരു അപകടവും പറ്റരുത് സിദ്ധു. ഇത്രയും പെട്ടെന്ന് നമ്മെ കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാം, ധൈര്യമായിട്ടിരിക്കുക. ചേച്ചി ഒന്ന് അകത്തോട്ട് നീങ്ങിരുന്നാട്ടെ, ഇയാളിവിടെ ഒന്ന് കയറിക്കോട്ടെ. അതെന്ത് പണിയാ? ഞാൻ വിളിച്ച ഓട്ടോ അല്ലേ ഇത്? എന്തിനാ വേറൊരാളെ കൂടി കയറ്റുന്നത്? നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ ചേച്ചി, പരസ്പരം ഒന്ന് സഹായിക്കണ്ടേ? എന്നാ പിന്നെ ഞാൻ ഇവിടെ ഇറങ്ങിക്കോളാം. ഏയ്, അങ്ങനെ അങ്ങ് പറയല്ലേ പെങ്ങളെ. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നോണ്ട് എന്താ കുഴപ്പം? ഇല്ല, എനിക്ക് പറ്റില്ല. ഞാൻ ഇറങ്ങാം. ചേച്ചി അഡ്ജസ്റ്റ് ചെയ്യില്ലെന്നാ, നമ്മളായിട്ട് ചെയ്യിക്കണം. വേഗം കേറ്.
ഞാനാ പ്രിയൻ, നിത്യ. അമ്മ അപകടത്തിലാ, രക്ഷിക്കണം. എന്തേ സിദ്ധു, അമ്മ കണ്ടോ? വരുന്ന വഴിക്ക് മുഴുവൻ നോക്കി, പക്ഷെ കണ്ടില്ല. നിങ്ങൾ എങ്ങും അന്വേഷിക്കണ്ട, പാർവതി തിരിച്ചു വന്നോളൂ. പാർവതി വേറെ എങ്ങോട്ടും പോയിട്ടുണ്ടാവില്ല, സ്വന്തം വീട്ടിലോട്ടായിരിക്കും പോയത്. അങ്ങനെ നീ പറയരുത് മനോഹര. കാര്യം ശരിയാ, അവൾക്ക് അവിടെ കുടുംബ വീടുണ്ട്. പക്ഷെ ഇന്നേ വരെ അവൾ അങ്ങോട്ട് പോയതായിട്ട് നിനക്കറിയാവോ? അവളുടെ അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം ഒരിക്കൽ പോലും അവൾ ആ വീട്ടിൽ പോയിട്ടില്ല. സുതിമോന്റെ മരണശേഷം ഒട്ടും പോയിട്ടില്ല. പിന്നെ എവിടെയായിരിക്കും അമ്മ പോയത്? അത് ഇറക്കി വിട്ടപ്പോ ആലോചിക്കണമായിരുന്നു. ഒന്ന് തടയാമായിരുന്നില്ലേ? പോകരുതെന്നെങ്കിലും ഒന്ന് പറയാമായിരുന്നില്ലേ? ചെയ്തോ? ഇല്ല. ചെയ്യേണ്ടവരൊന്നും ചെയ്തില്ല. എന്നിട്ടിപ്പം നിന്ന് വിഷമിക്കുന്നു. വെറും അഭിനയം. മറ്റുള്ളവരെ കണ്ണി പൊടിയിടാനുള്ള സൂത്രം. ഒന്ന് ഞാൻ പറഞ്ഞേക്കാം, കഷ്ടകാലം അതിന്റെ കൊടുമുടി നിൽക്കുക. ഇതിന്റെ പേരിൽ പാർവതിക്ക് എന്തെങ്കിലും സംഭവിച്ച അതിന്റെ ഉത്തരവാദിത്വം മുഴുവനും മനോഹരനും ദേവികയ്ക്കുമായിരിക്കും. അത് ശരിയാ, ഇവർ രണ്ടുപേരും കാരണമാണല്ലോ അമ്മയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണ്ടി വന്നത്. അതെ, എരുതിയിൽ എണ്ണയൊഴിക്കുന്ന പരിപാടി നിനക്കൊണ്ടെന്ന് എനിക്ക് പണ്ടേ അറിയാം. അതിപ്പോ ഇവിടെ പുറത്തെടുക്കണ്ട, ചെലവാകത്തിൽ. പാർവതിയോട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ ആരും ആവശ്യപ്പെട്ടില്ലല്ലോ. ഓ, ഞാനിട്ട താലിമാല എന്റെ അനുവാദമില്ലാതെ മറ്റൊരാൾക്ക് കൊടുത്തത് തെറ്റ് തന്നെയാ. ആത്മാഭിമാനമുള്ള ഏതൊരു ഭർത്താവും ഇതിനെ ചോദ്യം ചെയ്യും. ഞാനും അതേ ചെയ്തോളൂ.